ആരാണ്ടോടോ ഇത് പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്നോട് എന്തിനീ പിണക്കം, എന്നോട് എന്തിനീ പരിഭവം, അങ്ങനെ മനസ്സിൽ ആരോടെങ്കിലും ഒരു വിഷമോ ഈ പിണക്കം ഒന്ന് തീർത്താൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിലുണ്ടോ? അറിയാണ്ട് ചിലപ്പോൾ പിണങ്ങിപ്പോയി, ഒരു വാക്കിന്റെ പുറത്ത് ചിലപ്പോൾ നമ്മൾ ദ്രോഹിച്ചു പോയി. പക്ഷെ സാരമില്ല, ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കെല്ലാം ഒന്ന് പോട്ടെ എന്ന് പറയണോന്ന് തോന്നാറുണ്ട്. ഇഷ്ടംപോലെ തോന്നാറുണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലേ? അപ്പത്തെ രീതിയിൽ പറഞ്ഞു പോകും. പിന്നെ അവരെ കിട്ടിയിട്ടൊന്നും അയ്യോ സോറി എന്ന് പറയാം, അത് തോന്നും. പെട്ടെന്ന് ചടിച്ചല്ലേ പറയും, മുഖത്തടിച്ച പോലെ പറയണ സ്വഭാവം ഭയങ്കര പ്രശ്ന. വിലക്കെട്ട സ്വഭാവ, എടുത്തടിച്ച പോലെ പറയും. മനസ്സിലൊന്നും വെക്കാത്ത പെട്ടെന്ന് പറയുന്നോണ്ടാ ആലോചിക്കണില്ല. അങ്ങനെയുള്ള എപ്പോഴും എന്റെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാണ്. അമ്മയോട് തന്നെ? അമ്മയോടാണ്. അങ്ങാടി തോറ്റ അമ്മയോട്? അമ്മയോട് തന്നെയാണ് എനിക്കിത് തോന്നാറ്. വീട്ടിലുള്ളത് എപ്പോഴും സത്യം സത്യം. അപ്പൊ ഇടയ്ക്ക് തോന്നാറുണ്ട്, ഞാൻ അമ്മ പറയണതിന് അപ്പൊ തെറുതല പറയണ പോലെ ഉള്ളൊരു സ്വഭാവമാണ് അത്. അമ്മയ്ക്ക് വലിയ സങ്കട ചില സമയത്ത്. അപ്പൊ അമ്മയുടെ സങ്കടം കാണുമ്പോ വേണ്ടിയിരുന്നില്ല എന്നങ്ങനെ തോന്നും. പക്ഷെ അമ്മയല്ലേ, മനസ്സിലൊന്ന് വെച്ച് പെരുമാറുന്നതിനേക്കാൾ എത്രയോ ഭേദ ഉള്ള പോലെ പറയുന്നത്. പക്ഷെ നമ്മുടെ അമ്മയോട് നമുക്ക് പറയാം, പക്ഷെ പുറത്തുള്ളവര് ചിലപ്പോ തല്ലവരില്ലേ, അതാണ് അമ്മയ്ക്ക് ടെൻഷൻ. ശരി, അതൊക്കെ വിട്ടാരെ ലക്കി സ്റ്റാറിലോട്ട് വരട്ടെ. ശരിക്കും മലയാളത്തിന്റെ ഒരു ലക്കി സ്റ്റാർ ആണ് ഇപ്പോൾ ശരിക്കും രചന. ചെയ്ത റിയാലിറ്റി ഷോ ഹിറ്റാണ്, കോമഡി സീരിയൽ ഭയങ്കര ഹിറ്റാണ്. പിന്നെന്താ പറയാ, എന്തും തൊട്ടതെല്ലാം പൊന്നാക്കുന്നു, അല്ല ഹിറ്റായി മാറുന്നു എന്നുള്ള വലിയൊരു സന്തോഷം രചനയ്ക്കുണ്ടല്ലേ? അത് എന്റെ മാത്രം ക്രെഡിറ്റ് അല്ല, ഒരിക്കലും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അറിയാലോ, നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണ സമയത്ത് അതൊരു ടീം വർക്ക് ആയിരിക്കും. നിങ്ങൾ വല്ലാത്ത പക എന്ന് പറഞ്ഞൊരു സിനിമ ഈ സീരിയലിലായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളും അതെല്ലാം നിങ്ങളുടെ ഒരു സന്തോഷം കൊണ്ട് ചെയ്താണ്. അങ്ങനെ ഒരു ആക്കാം എന്നുള്ളൊരു നല്ലൊരു ടീമാണ് അത്. ആ ഷോയുടെ ഏറ്റവും വലിയ സക്സസും അത് തന്നെയാണ്. സിനിമയാക്കിയതിൽ സക്സസ് ആയോ? സിനിമ അത്ര സക്സസ് ആയില്ല, കാരണം നല്ല തിയേറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു റിലീസ് ആവാനായിട്ട്. അപ്പൊ അതിന്റെ ചില ടീം മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല പരിചയം, എല്ലാവരും സ്വന്തം വീട്ടുകാരെ പോലെ അടുപ്പമായി. അതെ അതെ, അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ വീട്ടിൽ പോവാ, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ലക്കി സ്റ്റാറിൽ ജയറാമേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ, ജയറാമേട്ടൻ ഒരു പുതുമുഖ നടി എന്ന നിലയിൽ രജനിക്ക് ജയറാമേട്ടനിൽ കണ്ട, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ചെയ്യാൻ ഒരു അടുപ്പം വേണമല്ലോ, ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ടിപ്സ് ആയിരിക്കാം, എന്ത് തോന്നുന്നു ലക്കി സ്റ്റാറിനെ പറ്റി പറയാനാണ്? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം ഏട്ടൻ ഇപ്പൊ ഏകദേശം 25 വർഷം കഴിഞ്ഞ് 26ാമത്തെ വർഷമാണ്. ചെറിയ വേഷങ്ങളിലൂടെ വന്നാണ് രചനയുടെ ഒരു പടിയായിട്ടുള്ള ഉയർച്ചയാണ്. അതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും. പെട്ടെന്ന് നായികയായിട്ട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കുള്ള സന്തോഷം എന്തായിരുന്നു? സിനിമ അനൗൺസ് ചെയ്തു എന്നതിനേക്കാളും എനിക്ക് സന്തോഷം സിനിമ റിലീസായി എന്നുള്ളതാണ്. കാരണം ബാക്കി ഞാൻ ചെയ്ത എല്ലാ റോൾസിൻ്റെയും ഇപ്പോൾ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ നായികയായിട്ട് വന്ന ഫിലിമാണ് ആദ്യം റിലീസായത്. ലക്കി സ്റ്റാർ ആണ് ആദ്യം റിലീസായത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കിട്ടിയത് തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ ദീപു അന്തിക്കാട്, ദീപു ചേട്ടനാണ് ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹം നല്ല സിനിമയാണ് അത്. കണ്ടിരിക്കുക ഒരു ഫാമിലി സ്റ്റോറിയാണ്. അപ്പോൾ ദീപു ചേട്ടൻ എനിക്ക് ആ റോള് തരാൻ കാണിച്ച ആ ഒരു ഗട്ട്സ്, യൂഷ്വലി നമ്മൾ TV സീരീസിൽ അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഫിലിമിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള പൊതുവെ ഒരു ധാരണയാണ്. ആ ധാരണ മാറ്റാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ജലീൽക്കായാലും പ്രൊഡ്യൂസർ ജലീൽക്കായാലും ദീപു ചേട്ടനായാലും അവര് സ്ക്രീനിലോട്ട് വന്നപ്പോഴത്തെ ഉള്ള ഒരു പെട്ടെന്നുള്ളൊരു ഇതെന്തായിരുന്നു, ഒരു ചേഞ്ച് എന്തായിരുന്നു? എല്ലാവരും പരിചയക്കാർ തന്നെ, സിനിമയിൽ നമ്മൾ TV കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ നേരിട്ട് വന്ന് പരിചയപ്പെട്ടാലും കൂടെ അഭിനയിച്ചാലും ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടീവായിട്ട് തോന്നി ആരെ പറ്റി പറയാം? അത് തീർച്ചയായിട്ടും ജയറാമേട്ടന്റെ സപ്പോർട്ട് തന്നെയായിരുന്നു. കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നുള്ള എന്താ പറയുക ഗൈഡൻസ് തന്നിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ചെയ്യണതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ നീ അത് അങ്ങനെ ചെയ്തത് നന്നായി എന്നുള്ള ഒരു അപ്രീസിയേഷനും കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഭയങ്കര തെരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കും. ഒരു ടീച്ചർ എന്ന നിലയിൽ വളരെ ഇരുന്ന് ഗഹനമായി ചിന്തിച്ച് കഥാപാത്രത്തിന്റെ ആഴവും പരപ്പും വിസ്താരവും നോക്കിയിട്ടാണ് തോന്നുന്നത് തിരഞ്ഞെടുക്കുന്നത്. അതെ, രചന പറയുന്നതിനനുസരിച്ച് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായിട്ടുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് എൻ്റെ പ്രിൻസിപ്പൽ ഫാദറാണ്, ഫാദർ ഷാജു എടമന. ഞാൻ ഇങ്ങനെ ഓഫർ എനിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് നീ പോയി ചെയ്യേ, നീ ധൈര്യമായിട്ട് ചെയ്യുന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ പ്രിൻസിപ്പൽസ് വളരെ കുറവായിരിക്കും. പിന്നെ അച്ഛൻ എനിക്ക് തന്ന ഒരു ഓഫറിന് തന്നെ വേണമെങ്കിൽ പറയാം, എപ്പോ നിനക്ക് തിരിച്ചു വരണം തോന്നണോ അപ്പൊ നീ തിരിച്ചു വന്നോ എന്നും പറഞ്ഞിട്ടുണ്ട്. ജോലി അവിടെ ഉണ്ടല്ലോ. നാരായണകുട്ടി ചേട്ടനെ നമ്മളൊന്നും ചോദിച്ചില്ല, അച്ഛൻ എന്നാ എടുക്കുവാണ് ജോലി? ഇല്ല, അച്ഛന് കൃഷിയായിരുന്നു. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു.
ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കൃഷി തന്നെ മതിയില്ല. എന്തൊക്കെ കൃഷി ശരിക്കും? നെല്ല്, തെങ്ങ്. ഓ അത് ശരി ശരി. നിങ്ങളുടെ വീടിന്റെ പുറകിൽ ഒത്തിരി തോട്ടമൊക്കെ ഉണ്ടോ? പറമ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ഞാവലും പാവലും കോവലും ഒക്കെ പറിക്കാറുണ്ട്? അതൊന്നും അവിടെ ഇല്ല. അല്ല, ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്റെ ഒരു സ്വപ്നമാണ്. ടെറസിന്റെ മുകളിലാണെങ്കിലും പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മണ്ണ് കൊണ്ട് വെക്കണം, ചാക്കിന്റെ അകത്ത് പച്ചക്കറി നടണം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും കൃഷിഭവനിലൊക്കെ ഒന്ന് സംസാരിക്കണം അതിനെപ്പറ്റി. നല്ല കാര്യം. ഇത് കേൾക്കുന്ന ആർക്കാർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ. എന്തുകൊണ്ട് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെ നമ്മൾ വെറുതെ ഒരു കോവല് വന്നു. കോവൽ അങ്ങ് വലുതായി. ഇപ്പൊ ഡെയിലി കോവയ്ക്ക. അത് നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്ന് ഒരു കോവയ്ക്ക പറിച്ചിട്ട് തോരൻ വെക്കുമ്പോ പച്ചമുളകുണ്ട്, കോവയ്ക്കുണ്ട്, നാളികേരമുണ്ട്, തേങ്ങ അധികം കിട്ടുന്നില്ല, എന്നാലും കപ്പളങ്ങ ചിലപ്പോൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ രണ്ടുപേരും കൂടെ പറയുകയാണ്, നമുക്കുള്ള പോലെ ഒരു 2 സെന്റോ 3 സെന്റിലോ വേണമെങ്കിൽ നമുക്ക് വീടിന്റെ മുകളിലോ സൈഡിലോ എവിടെയെങ്കിലും ചാക്കിന്റെ അകത്താണെങ്കിലും ചെറിയൊരു തൈ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം പറിച്ചെടുത്ത് ഫ്രഷ് ആയിട്ട് പാകം ചെയ്യുന്നൊരു ഭയങ്കര സുഖമാണത്. അപ്പൊ ഈ കൃഷി വകുപ്പിന്റെ ഒരു മകളെ ഇവിടെ കിട്ടിയതുകൊണ്ട് മാത്രം പറഞ്ഞോളൂ. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം, രചനയ്ക്ക് വേണ്ടി എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തരാൻ ഒരു ആഗ്രഹം. രചനയുടെ ഇഷ്ടത്തിനുള്ള ഒരു പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരുപാടുണ്ട്. ഇടക്കാല മൺചിത്രത്താഴ്, അങ്ങനെ മിന്നാരം, ചമയം, അങ്ങനെ ഒരുപാട് സിനിമ. ചമയത്തിൽ നമുക്കൊരു അധികം ആരും പാടാത്തൊരു പാട്ടാണ്. സാധാരണ രാജഹംസമേ എല്ലാവരും പാടും. ഇത് ഒരു ചുമ്മാ ഒരു സ്പെഷ്യൽ ആയിട്ടിരിക്കട്ടെ ഒരു 2 വരി ഈ പാട്ട് കേട്ടോ. രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മുങ്ങാങ്കുഴിയിട്ടു അറിയാ പവിഴം തേടി അലകളിൽ ഈറനാ കവിത തേടി. രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ